ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കാൻ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര വനിതാ ദിനം. എങ്ങനെയാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായത്? എല്ലാ വർഷവും മാർച്ച് 8-ന് ആചരിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് ലിംഗസമത്വത്തിനായുള്ള പോരാട്ടത്തിൽ സമ്പന്നമായ ഒരു ചരിത്രവും അഗാധമായ പ്രാധാന്യവുമുണ്ട്. 1900-ന്റെ തുടക്കത്തിൽ ന്യൂയോർക്ക് നഗരത്തിലെ സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ, കുറഞ്ഞ സമയം, മെച്ചപ്പെട്ട വേതനം, വോട്ടവകാശം എന്നിവ ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയത് മുതലാണ് വനിതാ ദിനത്തിന്റെ ചരിത്രം പുറത്തറിഞ്ഞു തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനും എത്രയോ മുൻപ് തന്നെ സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചിരുന്നു. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കമിട്ടത്. തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുവാനും മുതലാളിത്തത്തിനുമെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി സ്വരം ഉയർത്തിയപ്പോൾ അത് പിന്നീട് ചരിത്രത്തിന്റെ തന്നെ ഭാഗമാവുകയായിരുന്നു. ഈ സമരാഗ്നി ലോകമാകെ പടരാൻ പിന്നീട് ഒട്ടും താമസമുണ്ടായില്ല. അമേരിക്കയിലുടനീളം ഒരു ഏകീകൃത ആഘോഷത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് 1909-ലാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക ആദ്യത്തെ ദേശീയ വനിതാ ദിനം പ്രഖ്യാപിച്ചത്. 1909 ഫെബ്രുവരി 28-ന് അമേരിക്കയിൽ തെരേസ, മൽക്കീൽ, ഐറ സലാസർ എന്നീ വനിതകളുടെ നേതൃത്വത്തിലാണ് ആദ്യമായി വനിതാ ദിനം ആചരിക്കപ്പെട്ടത്. അടുത്ത വർഷം തൊട്ട് പിന്നീട് അങ്ങോട്ട് ഫെബ്രുവരിയിലെ അവസാന ഞായറാഴ്ച സ്ത്രീകൾ ഈ ദിനം ആഘോഷിച്ചു പോന്നു. 1913 ഫെബ്രുവരിയിലെ ആദ്യ ഞായറാഴ്ച അന്താരാഷ്ട്ര വനിതാ ദിനമായി ഔദ്യോഗികമായി നിയോഗിക്കപ്പെടുന്നതുവരെ ഫെബ്രുവരിയിലെ അവസാന ഞായറാഴ്ചയായിരുന്നു വനിതാ ദിനം ആഘോഷിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും ന്യൂയോർക്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ വനിതകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയായിരുന്നു വനിതാ ദിനാചരണം. 1975-ലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. ആദ്യകാലത്ത് സോഷ്യലിസ്റ്റുകളുടെ ഒരു പരിപാടിയായി രൂപം കൊണ്ട ഇത് ഇന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ഔദ്യോഗിക പരിപാടിയായി വളരുകയായിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങൾ ഈ സുപ്രധാന ദിനം ആഘോഷിക്കുന്നുണ്ട്. ലിംഗസമത്വത്തിനായുള്ള പോരാട്ടത്തിൽ കൈവരിച്ച പുരോഗതിയുടെ ഓർമ്മപ്പെടുത്തലായി അന്താരാഷ്ട്ര വനിതാ ദിനം ഇന്നും ഓർമ്മിക്കുന്നു. അതേസമയം സ്ത്രീകൾ ഇക്കാലത്തും അഭിമുഖീകരിക്കുന്ന നിരന്തരമായ വെല്ലുവിളികളിലേക്കും അസമത്വങ്ങളിലേക്കും വനിതാ ദിനം വെളിച്ചം വീശുന്നുണ്ട്. ചരിത്രത്തിലുടനീളം സ്ത്രീകൾ നൽകിയ അസാധാരണമായ സംഭാവനകളെ ആദരിക്കുകയും സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകുന്നതിനുമുള്ള ഒരു ദിനം കൂടിയാണിത്. വിവിധ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ സ്ത്രീകളുടെ നേട്ടങ്ങൾ തിരിച്ചറിയുന്നതിനും ആഘോഷിക്കുന്നതിനുമായുള്ള ഒരു ദിവസമായാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തെ കണക്കാക്കുന്നത്. ലിംഗസമത്വത്തിനും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തുടർച്ചയായി പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ ദിവസം. ദിനാചരണത്തിൽ പങ്കെടുക്കുന്നതിനായി ലോകമെമ്പാടും വിവിധ അന്താരാഷ്ട്ര വനിതാ ദിന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കാറുള്ളത്. ഈ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ നേട്ടങ്ങൾ അംഗീകരിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക, സ്ത്രീകളുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളെ പിന്തുണയ്ക്കുക എന്നിവ ഉൾപ്പെടുത്താറുണ്ട്. ലിംഗസമത്വവും സാമൂഹിക മാറ്റവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ വർഷവും ഒരു പ്രത്യേക തീമിന് കീഴിലാണ് വനിതാ ദിനം ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം ഇൻവെസ്റ്റ് ഇൻ വുമൻ, ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ്. ബോധവൽക്കരണം നടത്താനും അനീതികളെ വെല്ലുവിളിക്കാനും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിവേചനത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും സ്വതന്ത്രമായി ജീവിക്കാനും അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സാക്ഷാത്കരിക്കാനും കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം.